ഇടയ്ക്ക് മൊത്തം പള്ളയായില്ല കൊച്ചേ. നമ്മുടെ ബ്രഹ്മി മഴയായതുകൊണ്ട് പുല്ലൊന്നും പറിക്കാൻ പറ്റിയില്ല. വലിയൊരു പാത്രത്തിലേക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റണം. നമുക്ക് മാറ്റാം. ഇത് പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാ. പാല് തിളപ്പിക്കുമ്പോൾ പാലിനകത്തിട്ട് കൊടുക്കണം. ബ്രഹ്മി കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുമ്പോൾ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. കുറേ തുളസി തൈ ഉണ്ടായിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് മാറ്റി നട്ടാലോ? എല്ലാവരും മാറ്റി നടാം. കേട്ടോ ശംഖപുഷ്പം എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ നീലയുണ്ടല്ലേ? നീലയല്ല, വയലറ്റ് അല്ലേ? വയലറ്റ് പൂവിട്ട് വെള്ളം തിളപ്പിച്ചാൽ നല്ല കളറിൽ നമുക്ക് നല്ല ഗുണമുണ്ട്. നിറച്ച് പൂവായി. വയലറ്റ് നട്ടതാ, പക്ഷെ വയലറ്റ് പിടിച്ചില്ല. ഞാൻ വയലറ്റ് ഈ ചെട്ടിക്കൂടെ ഒക്കെ പാകിയിട്ടുണ്ടായിരുന്നു. പിടിച്ചു ആവോ? അത് കുറേ ഇവിടെ ഒരെണ്ണം. അത് വെള്ളയാ. അതും വെള്ളയാ. കണ്ടോ ഈ ചട്ടിയിൽ ഇത് വയലറ്റാ. ഇതിൻ്റെ അരി പാകി മുളച്ചതാ. ഈ എല്ലാ ചട്ടിക്കൂടെ ഇട്ടായിരുന്നു, പക്ഷെ അതൊന്നും പിടിച്ചില്ല. മഴയായതുകൊണ്ട് എല്ലാം പോയി തോന്നുന്നു. ഞാനത് ഇട്ടിട്ടുണ്ട് ദേ ആ ചട്ടിക്കൂടൊക്കെ. മൂത്തത് വരുന്നതനുസരിച്ച് പാകിയായിരുന്നു. ഇപ്പൊ കുറെ ഉണ്ട്. മഴ കാരണം കുറെ ചീഞ്ഞു പോയിട്ടുണ്ടേ. നല്ലത് നോക്കി പറിച്ചു വെച്ചാ. ഈ ചട്ടിയില് കുഞ്ഞു തൈ കണ്ടോ? ഇതാണ് വാടാമുല്ല. മുളയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് പറിച്ച് മാറ്റി വെക്കണം. ചട്ടിയിലേക്ക് ഇടാം അല്ലേ? ഇല്ല. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മുള വന്നോ പോലും. മുള വന്നോന്ന് നോക്കാൻ കൊച്ചേ. ഒരു മാസമൊക്കെ ആയില്ലേ? കുറേ നാളെടുക്കും തോന്നുന്നല്ലേ? ഇത് റൂട്ടഡ് ആയിരുന്നു. ഇത് നമ്മൾ ഓൺലൈൻ മേടിച്ചതാണ്. പക്ഷെ ഇത് സമയം എടുക്കും തോന്നുന്നു. നല്ല ബലമുണ്ടേ. മുളയ്ക്കാൻ കുറേ ദിവസം എടുക്കുമായിരിക്കും. ഇപ്പം നമ്മൾ തൽക്കാലം ഒരു തൂണിട്ടേക്കുന്ന ഇനിയൊരു പോസ്റ്റ് ഇടണോ അല്ലേ? പോസ്റ്റ് ഇടണം. ഇതിപ്പോൾ നട്ടപ്പം നമ്മൾ ഒരു ചോട് മേടിച്ച് നട്ടതല്ലേ? അപ്പോൾ പെട്ടെന്ന് നമ്മൾ മേടിച്ചു. അങ്ങോട്ട് പോസ്റ്റ് ഇടാൻ പാകത്തിനുള്ള ഒരു ചതുരത്തിലുള്ള ഒരു കമ്പ് നാട്ടി. ഇനിയിപ്പോൾ ഈ കമ്പ് ഇത് ഊരി എടുത്തിട്ട് നമുക്കിവിടെ ഒരു പോസ്റ്റ് ഇടാം. അതിന് തുളസിയുടെ കതിര് മൊത്തം പറിച്ച് കളയണം. അങ്ങനെ അല്ലെങ്കിൽ ഇത് നല്ലതാണ്. ഇത് നന്നായിട്ടുണ്ടാവത്തുള്ളൂ. തൊട്ടേ വിവരം പൊട്ടും. ഈ ഇങ്ങനെ ഇത് ഈ പൂ നിന്നാൽ അത് പൂ ഇനി ഉണങ്ങി മുരടിച്ച് നിൽക്കും. അതേസമയം ഇവിടം വെച്ച് ഒടിച്ചും കളയുവാണെങ്കിൽ നന്നായിട്ട് തളുത്ത് കയറി വന്നോളൂ അല്ലേ? ഇച്ചിരി വെയിൽ കൊള്ളട്ടെ. ആൻറ്റി ഒരു തുളസി തൈ കിട്ടി. അവിടെ ആ പുല്ലിനകത്ത് നിന്ന് നമുക്കിത് മിറ്റത്തോട്ട് നട്ടു വെച്ചാലോ? ഞാനിവിടെ ഒരു ചെറിയൊരു നടാം. കേട്ടോ? അമ്പലത്തേലൊക്കെ നിറച്ച് പൂവായിട്ടുണ്ട്. ചെമ്പൂട്ടൊക്കെ ദേ പഴുത്ത് വരുന്നുള്ളൂ. അമ്പോ എന്നെ എടുക്കുവാ? നമുക്ക് ഈ റോസയുടെ ഈ നീളത്തി ഇതൊന്നും നമുക്കൊന്ന് കട്ട് ചെയ്ത് വിടണം. എന്നാലേ ഇത് തളുത്ത് വരത്തുള്ളൂ. പൂവൊന്നും നോക്കണ്ട. പൂവ് നോക്കിയാൽ നമുക്ക് മുറിക്കാൻ തോന്നത്തില്ല. പക്ഷേ ഇത് മുറിച്ച് വിട്ടാലേ ഇത് തളുത്ത് വരത്തുള്ളൂ. ഈ റോസ അങ്ങനെ വെട്ടിവിട്ടാൽ കണ്ടോ തളുത്ത് വന്നിട്ടുണ്ട്. ഇത് മൊട്ടിടാറായി. അതുപോലെ നമുക്ക് ഇതൊന്ന് വെട്ടിയിടാം കേട്ടോ. ആ കമ്പ് വേണമെങ്കിൽ നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് നട്ടും വെക്കാം. അങ്ങനെ നട്ട് ഇതിൻ്റെ ഒരു കമ്പാണ് ഇത്. കണ്ടോ മഴയത്ത് തളുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇതും മുറിച്ച് നട്ട് വെക്കാം. എവിടെ പോവാടാ? അവനെന്തോ കാര്യമായിട്ട് പിടിക്കാൻ പോയതാ, പക്ഷേ കിട്ടിയില്ല. ഇല്ലേ ഒരു തെളിവിന് നല്ല ചൂടല്ലേ? ഇതാട്ടോ നമ്മുടെ വീട്. ഇവിടെ ഒരു തുളസി ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയി. അത് പറിച്ച് കളയാം. മഴയായതുകൊണ്ട് ഈ കറ്റാർവാഴയുടെ തണ്ടൊക്കെ കണ്ടോ ഓറ് വെള്ളം ചെന്നിട്ടാന്ന് തോന്നുന്നു ചീഞ്ഞ് പോകാൻ തുടങ്ങി. അപ്പം നമുക്കിത് കുറച്ചൊക്കെ എടുത്ത് ജെല്ലുണ്ടാക്കി വെക്കാം. ഇത് കണ്ടോ ഇതൊക്കെ പോകാൻ തുടങ്ങി. അപ്പം നമുക്കിതൊക്കെ മുറിച്ചെടുക്കാം. കത്തി എടുത്താ ആൻറ്റി?
അത് ചീഞ്ഞു പോയല്ലോ. അതിൻ്റെ മഴയത്ത് അപ്പം നമുക്കത് മൂത്തതൊക്കെ മുറിച്ചെടുക്കാം. ഇതെടുക്കാല്ലേ? ഇത് പോയി. ഇത് നാടൻ കറ്റാർ വാഴ കേട്ടോ. അപ്പം നമ്മൾ അതിൽ കുറച്ച് അധികം എടുക്കണം. അതിനകത്ത് ജെല്ല് കുറവായിരിക്കും. വേറൊരു ഇതില്ലേ വലുത്? ആ വലുത്. അത് പക്ഷേ അത് 1-2 തണ്ടെടുത്താൽ നിറച്ച് ജെല്ലായിരിക്കും. പക്ഷെ ഇതാ ഗുണം. ഇതിൻ്റെ ജെല്ലെടുത്ത് നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ മതി, പോകത്തില്ല. കുറേ നാൾ ഇരുന്നോളൂ അല്ലേ? എല്ലാവർക്കും തേക്കണമല്ലോ. അതെ, എല്ലാവരും തേകാരാ. അതെ, ഇവിടെ എല്ലാവരും ഇപ്പോൾ സ്കിൻ കെയറിൻ്റെ ആൾക്കാരാണ്. അമ്പാടിയാണെ ഭയങ്കര വെള്ളം ഒഴിക്കില്ല. നമുക്ക് ഇതിൻ്റെ തണ്ടൊന്ന് മുറിച്ചെടുക്കാം. നല്ലല്ലേ തളുത്ത് വരത്തുള്ളൂ. ഇത് കണ്ടിച്ച് വേറെ 2-3 നട്ടാ പോരെ. ചെറിയ പൂവാണല്ലോ, നല്ല പൂവാ. തൽക്കാലം നമുക്കിത് നട്ട് വെക്കാം. തണുത്ത് വരുമ്പോൾ നമുക്ക് മാറ്റി നടാൻ ചട്ടിയിൽ. ഇപ്പം നമുക്ക് ഇല്ലല്ലോ ചട്ടി വേറെ. വെള്ളം ഒഴിച്ച് ഇത് ആടലോടകമല്ലേ? നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ചുമയ്ക്കും, കഫക്കെട്ട് 2 തരം ഉണ്ടാവും. ചെറിയ ഇതൊരു മരുന്നല്ലേ? ഇനി മുറികൂടിയോ? ഇതിങ്ങനെ കഴുകിയെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കയ്യിലിട്ട് തിരുമണം. വെള്ളം കൂട്ടരുത്. കഴുകിയെടുത്തിട്ടേ മണ്ണൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം. മുറിവേ വെക്കാനല്ലേ. ഇങ്ങനെ നന്നായിട്ട് ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാണിച്ചതാണ്. അതല്ലെങ്കിൽ ഒരു കുഞ്ഞ് വെള്ള തുണിക്കകത്തേക്ക് 2-3 ഇല പറിച്ചിട്ട് കയ്യൊന്ന് ഇടിച്ച് കുഞ്ഞു കല്ലും കൊണ്ടെങ്ങാനുമേ അമ്മിക്കല്ലിൻ്റെ എന്തെങ്കിലും കൊണ്ടൊന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ ഇതുണ്ടോ, എന്താ നീര് വരുന്നത്? ഇതുണ്ടോ? നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട. അതുണ്ടോ ഇതിൽ തന്നെ നല്ല വെള്ളമുണ്ട്. ആണ് മുറികൂടിയുടെ നീര്. നമുക്ക് അത്യാവശ്യം ഉള്ള മുറിവൊക്കെ കരിയാൻ ഈ മരുന്ന് മതി.